അവർ ചെയ്യുന്ന ജോലിക്ക് ന്യായമായ പ്രതിഫലം. നല്ല പട്ടിമ എടുപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ചെറിയ പൈസ കിട്ടും. പൊതുവെ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ ഒരു 500 രൂപ, പക്ഷെ ഒരു 700 രൂപ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് 500 കൊടുക്കുന്നത് നീതികരമല്ല. അവരുടെ ചത്തിന് അതിനെ നോക്കി അതിനനുസരിച്ചുള്ള മനസ്സിലായല്ല. ജീവനക്കാർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ന്യായമായ പ്രതിഫലം, ശമ്പളം, കൂലി എങ്ങനെ ആയിക്കോട്ടെ നൽകണം. ഇത് ജീവനക്കാർക്ക് സംതൃപ്തി നൽകുന്നതും സ്ഥാപനത്തിന് താങ്ങാൻ കഴിയുന്നതുമായിരിക്കണം. അഥവാ സ്ഥാപനത്തിന് ഏറ്റവും കൂടാനും പാടില്ല, എന്നാലോ നമ്മള് എംപ്ലോയീസിനുണ്ടല്ല, ജോലിക്കാർക്ക് അസംതൃപ്തി ആവാൻ പാടില്ല, ഇഷ്ടപ്പെടാതിരിക്കരുത്. ആ സ്റ്റാൻഡിലാണ് അയാൾക്കത് നോക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം എന്താണ്, കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു 15,000 രൂപ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കമ്പനീനെ എന്തെങ്കിലും ബാധിക്കും. അതുകൊണ്ടാണ് ഇൻഡസ്ട്രികൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു നിയമം. അവർക്ക് നേരെ ശമ്പളം, ആ ശമ്പളം കൊടുക്കുന്നതാണ് അയാളുടെ മൈൻഡ് സെറ്റ് ഉഷാറായി, കമ്പനിക്ക് നല്ലത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പൊ ആർക്ക് ഉപകാരം, കമ്പനിക്ക് തന്നെ ഉപകാരം, കമ്പനി ഉയർച്ചയിലെത്തും. ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഒക്കെ കഴിഞ്ഞത് പോയിക്കൊണ്ടേ. അതാണ് അതിനാണ് കുറച്ച് കഴിഞ്ഞാൽ ബിസിനസ് അയാൾ കൃത്യമായ പരീക്ഷണങ്ങളോടൊക്കെ ഉണ്ടാക്കിയെടുത്തെന്നാണ് പറഞ്ഞത്. റെമ്യൂണേഷൻ മസ്റ്റ് ബി ഫെയർ ആൻഡ് റീസണബിൾ. ഫെയർ എന്ന് പറഞ്ഞാൽ നീതിപരമായി റീസണബിളും ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഷുഡ് ബി ആക്ട് സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ. എംപ്ലോയീസിന് എപ്പോഴും ഒരു പ്രചോദനം ഉണ്ടായിരിക്കണം, അവർ അതിൽ എന്തായിരിക്കണം, മോട്ടിവേറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാണ് ഇനി 8ാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു, അത് നിങ്ങൾ കാണാൻ പഠിക്കില്ല. കേന്ദ്രീകരണം, വികേന്ദ്രീകരണം അല്ല. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ എന്താണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള. സെൻട്രലൈസേഷൻ എന്നാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഏറ്റവും ടോപ്പ് ആയിരിക്കും, അത് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഏറ്റവും താഴെയുള്ളവർക്ക് കൂടി കൊടുക്കുന്നു, താഴെയുള്ളവർക്ക് കൂടി കൊടുക്കും. മേലുള്ളവരെ എടുക്കുന്നത്, പക്ഷെ ഇതിന് പങ്കാളികളാകും കഴിയും. താഴെയുള്ളവർക്ക് കൂടി പങ്കാളിയാകാൻ കഴിഞ്ഞാൽ എന്തായി, ഡീസെൻട്രലൈസേഷൻ. മുകളിലൊരു മാത്രം തീരുമാനം എടുക്കാൻ പറ്റും, അത് സെൻട്രലൈസേഷൻ. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉന്നത തലങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതിനെ കേന്ദ്രീകരണം എന്നും, അതാണ് സെൻട്രലൈസേഷൻ എന്നും. അത് താഴെ തട്ടിലേക്ക് പങ്കുവെക്കുന്നതിനെ വികേന്ദ്രീകരണം. അതാണ് താഴെ തട്ടിലും കൂടി നിങ്ങൾ അത് ഒരു കൂട്ടം കൂടിയിട്ട് എന്നാ എന്റെ അഭിപ്രായം, ഇതൊന്നുമില്ല ഞാൻ പറയും, നിങ്ങളത് കേൾക്കും. അതാണ് എന്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നുള്ളതാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം. നിങ്ങളോട് പറയും, നിങ്ങളോട് ജോലി കാണാമെന്ന് വിചാരിക്കുക, നമ്മൾ എന്റെ അഭിപ്രായം ഓക്കെ, അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ടും കൂടി തന്നിട്ട് ഞാൻ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ വന്നിട്ട് ചെയ്യുന്നതിന് എന്താണ് ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം. ഓക്കെ, മനസ്സിലായില്ല? നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ അറിയില്ല, നമ്മുടെ ഐഡിയക്ക് ഇംഗ്ലീഷ് തന്നെ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ടു ഓഫ് അതോറിറ്റി ഇൻ വൺ പ്ലേസ്, ഒരു സ്ഥലത്ത് മാത്രം ടോപ്പ് ലെവൽ. ഓൺ ദി അതർ ഹാൻഡ്, മറ്റൊരു വശത്ത് പറഞ്ഞു ഡീസെൻട്രലൈസേഷൻ ഡിസ്പേഴ്സൺ ഓഫ് അതോറിറ്റി ടു ലോ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലോവർ ലെവലിലോട്ട് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഡീസെൻട്രലൈസേഷൻ. ടോപ്പ് ലെവലിലോട്ട് അതോറിറ്റിയും ഡിസിഷൻസ് എടുക്കാനുള്ളതിന് എന്താ പറയാ, സെൻട്രലൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിനുള്ള ഗുണങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ ആവുമ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും, അവർ നമ്മൾ പരിഗണിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ അവർക്ക് വരും. അങ്ങനെയൊക്കെ തന്നെ അവിടെ വരും. ബെനിഫിറ്റ്സ്, റിഡക്ഷൻ ഓഫ് ബേർഡൻ ടോപ്പ് എക്സിക്യൂട്ടീവ്, ക്യൂബ് ഡെസിഷൻ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പിന്നെ ടോപ്പ് എക്സിക്യൂട്ടീവ് ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുമാതിരി ഇതുണ്ടല്ലോ, ഒരു പ്രഷർ ഉണ്ടാവില്ല, അതൊക്കെ കുറഞ്ഞു കിട്ടും. എല്ലാവരും പാടെ കിട്ടിയാൽ അങ്ങനത്തെ ആയിട്ട്. ഇനി അപ്പൊ അതും കിട്ടില്ല, മനസ്സിലാവണില്ല. ഇനി അടുത്തത് സ്കാലാർ ചെയിൻ എന്ന് പറയും, അധികാര ശ്രേണി തത്വം. അല്ലെ സ്കാലാർ ചെയിൻ, അതെ. ഓക്കെ, അഥവാ ഒരു ചെയിൻ ഓഫ് കമാൻഡാ. ഫസ്റ്റ് ആളെ വരുന്നത് ഇങ്ങനെ ഓരോ ആളിലേക്ക് എത്തിക്കാൻ തോന്നും. സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെത്തട്ടിലെ ജീവനക്കാർ വരെയുള്ള ഉദ്യോഗസ്ഥൻ ആശയവിനിമയ ശൃംഖലയാണ്. അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആള് മിഡിൽ, ലോവറിന് പിന്നെ മിഡിലിന് അങ്ങോട്ട് അപ്പുറത്ത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ആശയവിനിമയം ടോപ്പായിട്ട് കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്യാങ് പൈയുമായി നേരിട്ട് ആശയവിനിമയം പ്ലാങ്കാണ്, പിന്നെ ആശയവിനിമയം നടത്താം എന്നുള്ളതാണ്. ഗ്യാങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്കാലാർ ചെയിൻസ് എസെൻഷ്യൽ എൻഷുർ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഫോളോയിങ് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഓരോ വിശദീകരിക്കുന്നുണ്ടല്ലേ. സ്കാലാർ ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ 2 മാർക്ക് തന്നെ ചോദിക്കലുണ്ടല്ലോ അല്ലേ. ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ, ശ്രദ്ധിച്ചു വെക്കാം, ടോപ്പ് മാനേജ്മെന്റ് എന്ന് അതിന് പറയും.
മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ജീവനക്കാർ, ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും താഴെ ലോവർ ലെവലുള്ളവർ വരെയുള്ള ഔദ്യോഗികമായ അധികാരത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ഒരു ശൃംഖലയാണ്. അഥവാ ഔദ്യോഗികമായ എന്താ വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ കാര്യങ്ങൾ, അവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് വെറുതെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ചിലപ്പോൾ അത് ഞാൻ നേരിട്ട് പറയാനാവില്ല കേട്ടോ. എന്താ വെച്ചാല് നമ്മളിപ്പോ ഞാൻ പിരിക്കുന്നത് ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ആവുമ്പോൾ തരും ആ ഓഫീസർ നേരെ മെയിൽ ചെയ്യാറ് ഈ ഡിപ്പാർട്ട്മെന്റിൽ മെയിൽ താഴെ എന്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിലെ താഴെ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെയിനല്ലേ അവിടെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. അങ്ങനെ ഉള്ളതിനാണ് സ്കലാർ ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ അതില് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത് സ്കലാർ ചെയിൻ കൃത്യമായി പിന്തുടരുന്ന വിവരങ്ങൾ കൈമാറി ഒരുപാട് സമയതാമസം ഡിലേ ഉണ്ടാകുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങൾ എമർജൻസി താമസം ഒഴിവാക്കാനായി ആവശ്യ സംവിധാനം. ഗ്യാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ കറക്റ്റ് ടൈം എടുക്കും. അവിടെ ഇങ്ങോട്ട് എത്തി ചിലപ്പോൾ കാര്യം ഇവിടെ ചെക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇങ്ങോട്ട് എത്തി വരണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞു തന്നത്. അങ്ങനത്തെ സാഹചര്യം ചിലപ്പോൾ എമർജൻസി ടോപ്പിൽ നേരെ ചെയ്യും. മിഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നേരിട്ട് കാര്യത്തിനാണ് പറയും. മനസ്സിലാവണ്ട, ശ്രദ്ധിക്കട്ടെ. പിന്നെ ഒന്നിന്റെ നേരിട്ട് എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ നേരിട്ട് കാര്യത്തിനോട് എത്തിക്കും. മനസ്സിലായി? അങ്ങനെ എത്തിക്കുന്ന ആ ഒരു സംഭവത്തിന് ആ ഒരു പ്രോസസ്സിന് പറഞ്ഞാൽ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയും. അതിനല്ല എരിക്കണയില് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ പ്രകാരം തന്നെയാണ് എരിക്കണം. നോക്കാം. ഇതുവഴി ഒരേ തട്ടിൽ ജോലി ചെയ്യുന്ന രണ്ട് ജീവനക്കാർ, ഉദാഹരണത്തിന് മുകളിലെ ചിത്രം ഡീക്കും ജിക്കും. അതെന്ന് വെച്ചാല് ഇപ്പൊ ഇവിടുന്ന് കണ്ട് ഇവിടെ എ ബി ഇരിക്കുന്നു ചോദിച്ചോ. അപ്പൊ എക്ക് ബിനോട് ഇപ്പൊ തന്നെ എങ്ങനെ നേരിട്ട് പറയാം. പക്ഷെ മറ്റേതാവുമ്പോ അങ്ങനെയല്ല. സ്കലാർ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി സി എന്നുണ്ട്. എ ബിനോട് പറഞ്ഞ് എന്നിട്ട് സിനോട് പറയും, ബി ആണ് സിനോട് പറയും. ഇത് നേരിട്ട് എന്ത് ചെയ്യും, എ നേരെ സിനോട് പോയി പറയും. എ ബി സി എന്ന് വിചാരിക്കും. ഇപ്പൊ എ ബി സി എ ബിക്ക് പറഞ്ഞു ബി സിനോട് പറഞ്ഞു സ്കലാർ ചെയിൻ. പക്ഷെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ എമർജൻസി സിറ്റുവേഷനിൽ കമ്പനി കാര്യങ്ങൾ അറിയിക്കേണ്ടത് ഞാൻ നേരിട്ട് സീനോടാണ് അറിയിക്കേണ്ടത്. നേരിട്ട് അന്ന വിവാദത്തിൽ ഞാനൊന്ന് പറയാം. കാരണം എന്താണ് അങ്ങനെയുള്ള കാര്യം ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് സമയം ഡിലേ ഉണ്ടാകും. അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി താമസം ഒഴിവാക്കാൻ ഇത്രയും ടൈം ലാഗ് വരാതിരിക്കാൻ ഫയൽ ആവിഷ്കരിച്ച സംവിധാനമാണ് ഗ്യാങ് പ്ലാൻ. ഇതുവഴി ഒരേ തട്ടിൽ ജോലി ചെയ്യുന്ന രണ്ടും ടോപ്പിൽ തന്നെ സംസാരിക്കാം, മിഡിൽ തന്നെ ഇങ്ങനെ ആളുകളൊക്കെ ആവാം. ഇത് അനാവശ്യമായ ചുഴലിടത്ത് ഒഴിവാക്കാനുള്ള വേഗത്തിൽ തീരുമാനം എടുക്കാനായിട്ട്. ഇനി അടുത്തത് എന്താണ് ക്രമം, ഓർഡർ. അതെ, ഓർഡർ എന്നാണ് എഴുതിക്കുന്നത്. ഓർഡർ എന്താണ് സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെക്കാന്നുള്ളതിനായിരിക്കും അല്ലെ. എന്തിനാണ് തോന്നുന്നത് ഓർഡർ ഓർഡർ കൊടുക്കുന്നതാ. അതില് അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ അല്ലെ. ജനറൽ സെയിങ് ദാറ്റ് ഹാവ് പീപ്പിൾ ഹാവ് എവരിതിങ് അല്ല ഞാൻ പറയുന്നത് എവരിതിങ് ഓരോ വസ്തുക്കൾ ആൻഡ് കീപ് എവരിതിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് അതിൻ്റെതായ സ്ഥലത്ത് വെക്കാൻ. അതിന് സ്ഥാപനത്തിന് എല്ലാ വസ്തുക്കളും വ്യക്തികൾക്കും കൃത്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. വസ്തുക്കൾക്ക് മാത്രമല്ല ആ വ്യക്തികൾക്കും. അയാൾ സെയിൽസ്മാൻസിന് അവിടെ ഇരിക്കാൻ പാടില്ല, അയാൾ ടോപ്പിൽ ഇരിക്കാൻ പാടില്ല. അവർക്കൊക്കെ ഓരോ വ്യക്തികളെ സാധനങ്ങൾ വെക്കേണ്ടി വെക്കാം. ഒരു ലൈക്ക് മേജൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലാപ്ടോപ്പ് സെക്ഷൻ വേറെ, ഫോണിന്റെ സെക്ഷൻ വേറെ, റെഡ്മിക്ക്, ആപ്പിളിന്, റിയൽമിക്ക്, വിവോക്ക് ഓരോരോ സെക്ഷൻസ്. പിന്നെ സ്പീക്കർ കാര്യങ്ങൾ വേറെ, ടി വി വേറെ, ഓക്കെ, റെഫ്രിജറേറ്റർ, അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്. അതിന് വേണ്ടി ആളുകളുണ്ട്, ഓർഡർ ഉണ്ട്. അത് ചറവറ വെച്ചിരുന്ന അവസ്ഥ പോകാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് വരുന്ന കസ്റ്റമറിന് അതിന്റെ ഇടയിൽ കൊടുത്താണ് ഫ്രിഡ്ജുണ്ടാവും, അതിന്റെ ഇടയിൽ ഫോണ്, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ആപ്പിള് മാറ്റുണ്ട്. അപ്പൊ ആപ്പിള് നോക്കുന്ന പ്രൊഡക്റ്റ് നോക്കുന്ന ആപ്പിളെ പ്രൊഡക്റ്റ് നോക്കണം, ആപ്പിൾ മാക്ബുക്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് സാധനങ്ങളുണ്ട്. സ്ഥാപനത്തിലെ എല്ലാ വസ്തുക്കൾക്കും വ്യക്തികൾക്കും കൃത്യമായ സ്ഥാനം ഉണ്ടായിരിക്കണം. ശരിയായ സാധനവും ശരിയായ വ്യക്തികളും ശരിയായ സമയത്ത് ശരിയായ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് തിങ്സ് അറ്റ് റൈറ്റ് പ്ലേസ്. അങ്ങനെ പറയുന്നത് എവരിത്തിങ് അറ്റ് ഇറ്റ്സ് സേയിങ്. പൊതുവെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പൊതുവെ പറയുന്ന പോലെ have a place for everything and keep everything. A general saying that have a place for everything and keep everything in its place. അതാത് സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കണില്ല. ഓർഡർ അതെ, ക്രമീകരണം. ഇനി അടുത്ത എന്താണ്? അടുത്ത ശരിക്കണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് നിൽക്കുന്നത്. അടുത്ത പോയിന്റ് എന്താ? തുല്യത. ഇക്വിറ്റിനാ ഇക്വിറ്റിനാണ് സംഭാവന. ഇക്വിറ്റി പറയാൻ
അതന്നെയല്ലേ മാനേജ്മെന്റ് എല്ലാ ജീവനക്കാരോടും ദയോടെയും നീതിയോടെയും കൂടി പെരുമാറണം. അവര് ഇതല്ലേ വരുന്നത്, ജീവനക്കാർ യാതൊരുവിധ വിവേചനം കാണിക്കരുത്, അങ്ങനെ സാധനങ്ങൾ വരുന്നത്. ഇതിൽ ഇക്വാളിറ്റി അല്ല ഇക്വിറ്റി നീതിക്കുള്ളൂ. ഒക്കെ നീതിപൂർവമായ പെരുമാറ്റം, ഇക്വാളിറ്റി, അതൊക്കെ നമുക്ക് ആലോചിക്കും. ഇപ്പൊ ഞാൻ ഓർഡർ നമുക്ക് ആലോചിക്കാനുള്ളൂ. സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ ഒന്ന് മനസ്സിലെടുക്കുകയാണെങ്കിൽ സാധനങ്ങൾക്ക് കൈക്ക് കിട്ടാനുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പിലുള്ളത്. അപ്പൊ സെൻട്രലൈസേഷൻ അതിന്റെ നേരെ ഡീപ്പ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് നമുക്ക് ആലോചിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആലോചിക്കാവുന്ന ഒന്നാണ് എന്ത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിൾ ആലോചിക്കാം, ഡിസിപ്ലിൻ നമുക്ക് ആലോചിക്കാം, ഓർഡർ ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് പിന്നെയുള്ള ചില കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യും പഠിക്കേണ്ട ഒരു ഇതിലോട്ട് ഇൻഡിവിജ്വൽ റെമ്യൂണറേഷൻ കൊടുക്കുക, അവർക്കുള്ള ശമ്പളം കൊടുക്കുക, പിന്നെ ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് വർക്ക്, ഇങ്ങനെ ചില കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്യും നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇക്വാളിറ്റി, മാനേജർമാർ എല്ലാ ജീവനക്കാരുടെ ദയോടെ നീതിയോട് കൂടി പെരുമാറാറ്. ഇംഗ്ലീഷിൽ വീട്ടുപോയി വായിക്കണമെങ്കിൽ ഇക്വിറ്റി അല്ല ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഇക്വിറ്റി തന്നെ എഴുതിയിരിക്കും. ഇക്വിറ്റി തന്നെ ആവും ചിലപ്പോൾ അതിൽ പറഞ്ഞത് തന്നെ ആയിരിക്കും. എന്താണ് എല്ലാവരും ഇക്വാളിറ്റി പ്രകാരം തന്നെ ആയിരിക്കും ചെയ്യേണ്ടിന്നുള്ളത്. പക്ഷെ എഴുതുമല്ല ഇതിലൊക്കെ അല്ല അങ്ങനെ ആയിരിക്കും പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടാവും. ഇക്വിറ്റി എന്നാവും അവിടെ പറഞ്ഞിട്ടുണ്ടാവും. വിച്ച് മീൻസ് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്നസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി, കൈൻഡ്നസ് എന്ന കൃപ, അയാളുള്ള ഒരു താഴ്മ, കൈൻഡ്നസ്. സുപ്പീരിയർ ഷുഡ് ഇംപാർഷ്യൽ while dealing with their subordinates to ensure healthy and industrial relation. ഒരു ഇംപാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഒരു വിവേചനം നേരിടുക, അവൻ വേറെ ഞാൻ ഭർത്താവാണ്. ഇംപാർഷ്യൽ ഒരു ഇതിലുണ്ടാകുന്ന ഏറ്റവും ടോപ്പിലുള്ള ഒരു അന്നോട് കാണിച്ചു കഴിഞ്ഞാല് എംപ്ലോയീസിന് ടോപ്പിൽ എന്ത് ചെയ്യും, ഇത് താല്പര്യം തോന്നും. അത് ബിസിനസ്സിന് ഉണ്ടാവും. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആള് താഴെ എംപ്ലോയീസോട് ഒന്ന് തോളത്തെ കൈയിട്ടില്ല, എന്ത് ചെയ്യും, ഷെയറല്ലേ പണിയുന്നത്, അയാൾക്ക് എന്തോ തോന്നും. ലൈക്ക് ഇപ്പൊ ലുലുവാണ്ട് ചെന്നിട്ട് എംഎസിന്റെ അവിടെ തൊഴിലാളികൾ അവര് റേഞ്ച് അയച്ചത് അതല്ലൊരു ഇത് ഉള്ളിൽ സാറ്റുറേഷനാണ്. കാരണം ആ മൊത്തം കമ്പനിയുടെ വലിയ ഉടമ എംപി വന്നുകൊണ്ട് നോർമൽ അവർക്ക് സെയിൽസ്മാനെ കുറിച്ച് അല്ലാതെ ജോലിക്കാരൊന്നും കൊണ്ടുവരില്ല. ഞാൻ പിന്നെ ഓണറാണ്, നേരെ പോയി കമ്പനി പോയി വരുന്നു ഉണ്ടാവില്ല. അതല്ല അത് ഇതിൽ പെടുന്നുണ്ട്. പക്ഷെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങള് അയാൾക്കൊരു നീതി മറ്റൊരാൾക്ക് വേറെ നീതി, അങ്ങനല്ല, എല്ലാവരും ഒരുപോലെ. സ്ത്രീയാണ് പുരുഷാണ് വിവേചനം ഇങ്ങനൊന്നും പാടില്ല. അപ്പൊ മനസ്സിലായി എക്വിറ്റി എൻഷുർ ലോയാലിറ്റി ആൻഡ് ഡിവോഷൻ ഇൻക്രീസ് മോറൽ ഓഫ് വർക്കിംഗ്. വർക്കിൽ എന്ത് ചെയ്യും, നല്ലൊരു മൊറാലിറ്റി, ഒരു നല്ലൊരു ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അടുത്തെന്താ 12 എന്താ, ജീവനക്കാരുടെ കാലാവസ്ഥ സ്റ്റേബിലിറ്റി ഓഫ് ടേണർ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞേ. സ്റ്റേബിലിറ്റി എന്ന് ആലോചിച്ചാൽ മതി, സ്റ്റേബിൾ ആയിരിക്കാന്ന് പറയില്ല. ഗവൺമെന്റ് ജോലിയിലൊക്കെ പ്രത്യേകത എന്താ, നമ്മളതിൽ കിട്ടി കഴിഞ്ഞാൽ സ്റ്റേബിളാണ്. കാരണം പിന്നെ 58 വയസ്സ് വരെ എമ്മക്കാർ ജോലി ചെയ്യാം. അതിനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുടുംബക്കാർക്ക് എമ്മക്കാർ ജോലി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. പോലീസുകാരെ കാണുന്നുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞാലും നമുക്ക് ശമ്പളം കുറവാണെങ്കിലും മാസം സാലറി ഗവൺമെന്റിൽ എത്തിയിരിക്കും. കഴിഞ്ഞിട്ട് നമുക്ക് പെൻഷൻ ഉണ്ട്, PA അലവൻസുകൾ, കുറെ കാര്യങ്ങൾ, ലീവ് എല്ലാം നമ്മൾ സെക്യൂർ ആണ്, സ്റ്റേബിൾ ആണ്. ഫൈനാൻഷ്യലി നമ്മളെന്തായി ഒരു ജോലിയിൽ സ്റ്റേബിൾ. പ്രൈവറ്റ് കമ്പനി അങ്ങനെയല്ല, ഇന്നല്ലെങ്കിൽ നാളെ എപ്പം കിട്ടാം, നമ്മളതിനെ പിരിച്ചു വിടാം, ഒരു ഉറപ്പുണ്ടാവില്ല. ഇപ്പൊ കമ്പനി ഒരു ഉറപ്പുണ്ടാവില്ല. ഗവൺമെന്റ് അങ്ങനല്ല, അതേപോലെ സ്റ്റാബിലിറ്റി ഓഫ് ടേൺ പ്രശ്നം. ജീവനക്കാരുടെ കാലാവധി, ഒരു ജീവനക്കാർ അടിക്കടി ജോലിയിൽ നിന്ന് മാറ്റുകയോ പിരിച്ചുവിടുകയോ ചെയ്യരുത്. അതാണ് പറഞ്ഞത്. അതന്നെ ഞാൻ പറഞ്ഞതിന്റെ